24-ന്റെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. ഉച്ചയ്ക്ക് 1:30 മുതൽ 24-ൽ ഈ പരിപാടി തത്സമയം കാണാം. എല്ലാവിധ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലാണ്. ഞാനും നേരെ അവിടെ ചെന്ന് ഇറങ്ങാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മുടെ അവതാരകൻ എസ് വിജയകുമാർ അവിടെ എത്തിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ നടക്കുന്നതെന്ന് വിജയകുമാറിൻ്റെ നാവിൽ നിന്ന് നമുക്ക് കേൾക്കാം. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. വിജയകുമാർ, നഗരത്തിൻ്റെ എവിടെ ഒളിച്ചു എന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, പറയൂ. എസ് കെ, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എത്തിയ സമയത്ത് പലരെയും ഇവിടെ കണ്ടു. അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ, പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തി. പലരും ഇവിടെ വന്ന് അവരാഹാരമൊക്കെ കഴിച്ചിട്ട് തിരികെ വരും എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയിട്ടുണ്ട്. എസ് കെനെ എല്ലാവരും അന്വേഷിച്ചു. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് എസ് കെൻ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. നമ്മളൊരു 11 മണിയോടെ നമ്മളുടെ രജിസ്ട്രേഷൻ കൗണ്ടർ ഓപ്പൺ ചെയ്യാമെന്നാണ് ഇപ്പോൾ തീരുമാനം. എല്ലാവരും സ്പോട്ട് രജിസ്ട്രേഷൻ, നേരത്തെ രജിസ്ട്രേഷൻ നടത്തി ആളുകൾ തന്നെയാണ് കൂടുതലും. പക്ഷേ പലരും സ്പോട്ട് രജിസ്ട്രേഷൻ്റെ സൗകര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവർ അതിനുള്ള ക്രമീകരണം കൂടി അറിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. എസ് കെ, നമ്മൾ ഈ പല രാഷ്ട്രീയ പാർട്ടികളുടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ പ്ലീനറി സെഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, BJP-യുടെ സ്റ്റേറ്റ് കോൺഫറൻസ് അവരുടെ കൺവെൻഷനുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ് കെ, അന്നൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആവേശം നമുക്ക് ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യുമ്പം കാണാൻ കഴിയും. അതില്ലാത്ത ഒരു കൗതുകം ഈ പരിപാടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരു മാധ്യമ സ്ഥാപനം അതിൻ്റെ വ്യൂവേഴ്സിനെ മുഴുവൻ പങ്കെടുക്കാവുന്ന പരമാവധി ആളുകളെ ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്നു, അവരുമായി സംസാരിക്കുന്നു. ലോകത്ത് തന്നെ ഇത്തരത്തിലൊരു പരീക്ഷണം ഇതാദ്യമാണ്. അത് മുഴുവൻ നമ്മളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ സർവാത്മന ഉൾക്കൊണ്ടു എന്നതാണ് ഇവിടെ വന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനിവിടെ എത്തിയപ്പോൾ ആവേശത്തോടെ ആളുകൾ നമ്മളെ കാണാൻ കാത്തു നിൽക്കുന്നത്. ഓരോ ചേട്ടൻ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി എൻ്റെ ജീവൻ രക്ഷിച്ചതാണ്. അതുകൊണ്ട് 2 ജീവനുണ്ട്, 70ഉം 75ഉം. ആലപ്പുഴ പുന്നപ്ര റേഷ്യുണ്ട്. എൻ്റെ ജീവൻ രക്ഷിച്ച TV ആണ് 24. ആ 24-ൽ എനിക്ക് ജീവൻ തരുകയും വേണം. അതിൻ്റെ മാർഗ്ഗം എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ക്യാൻറ്റീനിൽ ജോലി എടുക്കാൻ തയ്യാറ് ഒരു സ്ത്രീയുണ്ട്, 70 വയസ്സുള്ള എൻ്റെ പെങ്ങളാണ്, ഗുളികയാണ്. ഞാനും ഗുളികക്കാരൻ തന്നെ, ഗുളിക കഴിച്ചുകൊണ്ട് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞാണ്. ഞാൻ 24 ചാനലിലൊരു വാർത്തയിൽ ഒരു സൈക്കാട്രിസ്റ്റ് സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇന്ന ആൾക്ക് ഭ്രാന്താന്ന്. അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഗുളിക വാങ്ങി വെച്ചിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതാണ് എസ് കെ. അങ്ങനെ പല ഭാഗത്തു നിന്നുള്ളവർ പല തരത്തിൽ നമ്മളുടെ സ്ഥാപനവുമായി 24-മായും ഫ്ലവേഴ്സും ഒക്കെയായി ബന്ധപ്പെട്ടവർ, അതിൻ്റെ കൂടെ പ്രവർത്തിച്ചവർ, അതുവഴി പുതിയ ജീവിതം ഉണ്ടാക്കിയവർ, ഒരു ജീവിതത്തിലേക്ക് വഴി തുറന്നവർ, അങ്ങനെ പല തരത്തിലുള്ളവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും പലരും ഇവിടെ വന്ന് നമ്മളോട് പരിചയപ്പെട്ടിട്ടൊക്കെ പോയിട്ടുണ്ട്. അവർ തിരികെ വരും. കുറേ ആളുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. നമ്മളുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. നമുക്കൊരു 11 മണിയോടെ നമ്മുടെ സ്പോട്ട് രജിസ്ട്രേഷൻ കൗണ്ടർ തുടങ്ങണം. അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. എസ് കെ, വലിയ സന്തോഷത്തോടെ, വലിയ ആവേശത്തോടെ നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെ അല്പസമയത്തിനകം നമുക്ക് മുഴുവൻ ആളുകളെയും, പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുഴുവൻ നമുക്ക് ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുകയും ഇത് കാണാൻ കഴിയാതെ വീട്ടിലൊക്കെ ഇരിക്കുന്നവരിലേക്ക് കൂടി അതിൻ്റെ മുഴുവൻ ആവേശവും എത്തിക്കാൻ കഴിയും. എസ് കെ, വിജയകുമാർ, ഞാനും അങ്ങോട്ട് വരിക. പിന്നൊരു കാര്യം, ഞാൻ അങ്ങോട്ട് വരുന്ന പ്രമാണിച്ച് വിജയൻ സ്ഥലം വിട്ട് കളയരുത്, അവിടെ വേണം. ഓക്കെ, താങ്ക് യു. എസ് വിജയകുമാറാണ്, കടവന്ത്ര. ഓക്കെ വിജയ അവിടെ തന്നെ നിൽക്കുക. കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ നിന്ന് വിജയകുമാറാണ് നമുക്കൊപ്പം ചേർന്ന്. പിന്നെ കുറച്ച് മരുന്ന് ഗുളികകളുമായിട്ട് വന്ന ആ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ.